എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗണിലാണ്, ഒരു ഫ്ലാറ്റ് ഓപ്പൺ എന്നൊക്കെ പറയുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇവിടെ നിന്നും, അതായത് ഓപ്പൺ ചെയ്ത് അല്പം താഴെ വന്നു ശേഷം ഇവിടെ നിന്നും ഒരു റാലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 150ഓളം പോയിൻറ്റിൻ്റെ മുകളിൽ നിഫ്റ്റി വന്നു. അതേസമയം നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ഇന്നലെ റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിരുന്നത് 22,700 അതായത് 22,670 ടു 22,700 എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. വ്യക്തമായിട്ട് ഇവിടെ ഇന്നലെ അത് നമ്മുടെ റെസിസ്റ്റൻസ് പറഞ്ഞ ലെവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെ മാർക്ക് ചെയ്താണ്. നോക്കൂ, 22,669 ടു 22,700 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ. അതായത് നമ്മൾ ഇന്നലെ ആദ്യം ഇവിടെയാണ് റെസിസ്റ്റൻസ് വരഞ്ഞത്, ഇവിടെ 22,630. അപ്പോൾ അതിനുശേഷം പറഞ്ഞു വേണ്ട, അത് നമുക്ക് കുറച്ച് ഒരു അപകടം ചെയ്യും. ഏതായിരുന്നാലും 22,700-നുള്ളിലാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിന് എൻഡിൽ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഏതായിരുന്നാലും ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെയാണ്. 22,676 അവിടെ വന്ന് ആ ഒരു റെസിസ്റ്റൻസിനെ കീപ്പ് ചെയ്തുകൊണ്ട് കുറേശ്ശെ താഴത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറേശ്ശെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു സൈഡ് വേയാണ് ഇന്ന് രാവിലെ അക്സെപ്റ്റ് ചെയ്തത്. ഈ സൈഡ് വേയിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, സൈഡ് വേയിൽ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം ഫാളാവും, നമുക്കത് നഷ്ടത്തിലേക്ക് വരും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ പക്ഷേ നമ്മുടെ ക്ലയൻസിനോട്, നമ്മുടെ മെമ്പർമാരോട് പറഞ്ഞു, നിങ്ങൾ പുട്ട് സൈഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കൂ. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റോടു കൂടി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനലൈസ് വളരെ കറക്റ്റായിരുന്നു. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് തന്നെ വരികയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 92 പോയിൻറ്റ് നെഗറ്റീവിൽ 22,460 ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 217 പോയിൻറ്റ് നെഗറ്റീവിൽ 74,115. അതേപോലെ നിഫ്റ്റി ബാങ്ക് 280, ഫിനാൻഷ്യൽ 80 പോയിൻറ്റ്, മിഡ് ക്യാപ്പ് 160. മിഡ് ക്യാപ്പാണ് കുറച്ച് നല്ല ഫോളായിരിക്കുന്നത് ഇന്ന്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആട്ടോ 1.22% ഇടിഞ്ഞത്. നിഫ്റ്റി ബാങ്ക് 0.58. അതേപോലെ IT, മിഡ് ക്യാപ്പ് 1.5%, മിഡ് ക്യാപ്പ് 150 1% ഇടിഞ്ഞത്. റിയാലിറ്റി 2%, സ്മാൾ ക്യാപ്പ് 2%. അതേസമയം ഇന്ത്യ വിക്സ് നോക്കൂ, ഇന്ത്യ വിക്സ് ഇന്ന് 3.86% പോസിറ്റീവാണ്. BSEയിലേക്ക് വരികയാണെങ്കിൽ BSE മിഡ് ക്യാപ്പ് 1.42, 250 സ്മാൾ ക്യാപ്പ് 1.90, അതായത് 2%. ആട്ടോ 1.2, ബാങ്ക് എക്സ് 4.8. അതേപോലെ തന്നെ ബാക്കി എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ FMCG മാത്രം സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യ വിക്സ് 14 എത്തിയിട്ടുണ്ട്. നിഫ്റ്റി ആട്ടോ 256 പോയിൻ്റാണ് നെഗറ്റീവ്. അതേപോലെ IT 176 പോയിൻറ്റ്, മിഡ് ക്യാപ്പ് 259 പോയിൻറ്റ്, റിയാലിറ്റി 16 പോയിൻറ്റ്. അപ്പോൾ ടോട്ടലി ഇന്ത്യ വിക്സ് ഇന്ന് നന്നായി കയറിയപ്പോൾ മാർക്കറ്റ് താന്നിട്ടുണ്ട്. ഇന്ന് ആകെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന പവർ ഗ്രിഡും ഹിന്ദുസ്ഥാൻ ലിവറും, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫി, നെസ്ലെ ഇന്ത്യ, ITC, ഷംഫാമ, ഏഷ്യൻ പെയിൻറ്റ്. ഇത്രയേ ഉള്ളൂ. അതായത് നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്ത 50 സ്റ്റോക്കുകളിൽ 7 സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിലുള്ളൂ. ബാക്കി 43 സ്റ്റോക്കും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ പ്രധാനമായും ഫോളോ ആയവ ONGC, ട്രെൻഡ്, ഇൻഡസിൻഡ് ബാങ്ക്, ബജാജ് ആട്ടോ, ഏഷ്യൻ മോട്ടോഴ്സ്. അതേപോലെ ടോപ്പ് 5 പവർ ഗ്രിഡും, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇൻഫി. ആകെ 7 ഇന്ന് പോസിറ്റീവിലുള്ളൂ. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ സ്ഥിതിഗതികൾ എന്തായിരിക്കും? സത്യത്തിലൊരു ആശങ്കയും അനിശ്ചിതത്വവും തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും, അതായത് ഫസ്റ്റ് ദിവസം തന്നെ പോസിറ്റീവിൽ ഒരു 300 പോയിൻറ്റോളം പോസിറ്റീവിലായ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇത് നമുക്കൊരു ആശ്വാസ റാലിയാണ്, വീണ്ടും താഴത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അത് തുടർച്ചയായ ഒരു 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ ട്രംപിൻ്റെ തീരുവ, അതായത് താരിഫ് യുദ്ധം ഏത് രീതിയിലാണ് ഇന്ത്യയെ ബാധിക്കുക എന്ന ആശങ്ക
ആ ഒരു ആശങ്കയാണ് ഇന്നും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അത് ഈ ആഴ്ച കണ്ടിന്യൂ ആവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആ ഒരു തകർച്ചയ്ക്ക് പ്രധാന കാരണം US സ്റ്റോക്ക് ഫ്യൂച്ചറുകളിലെ നെഗറ്റീവ് സൂചനകളാണ്. ആ സൂചനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ അതുവരെ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടില്ല നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവിലേക്ക് വന്നെങ്കിലും തിരിച്ച് കയറിയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലാണ് കൃത്യമായും ഡൗൺ സൈഡിലേക്ക് വീണത്. ഡോ ജോൺസ് 400 പോയിൻ്റ് താഴ്ന്നപ്പോൾ നാസ്ഡാക്കും അതേപോലെ 250 പോയിൻ്റോളം താഴ്ന്നു പോയി. അതായത് 1% താഴ്ന്നു. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റും നിക്കി ഒഴികെ ബാക്കിയെല്ലാം തന്നെ റെഡിലാണ്. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ശരിക്കും വലിച്ചഴിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ US തൊഴിലില്ലായ്മ നിരക്കുകളിലെ വർധനവ്, അതേപോലെ താരിഫും ആഗോളതലത്തിലെ അനിശ്ചിതത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളായിട്ട് വേണം കരുതാനായിട്ട്. മറ്റുള്ള കാരണങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ലല്ലോ. ഇത് നമ്മുടെ അടുത്ത കാലത്തേക്ക്, അതൊരു സമീപകാലത്തേക്ക് മാർക്കറ്റിലൊരു സൈഡ് വേ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സൈഡ് വേ നിലനിൽക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ ആഴ്ചയിലെ എക്കണോമിക് ഡാറ്റ വരുന്നുണ്ട്. ആ എക്കണോമിക് ഡാറ്റകളുടെ ഒരു കൂട്ടവും US-ൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും CPI ഡാറ്റ എന്നിവയും നിലവിലെ ചാഞ്ചാട്ടത്തിൽ നിക്ഷേപകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിലൊരു മന്ദത നമ്മൾ ഇന്ന് രാവിലെ കണ്ടല്ലോ. ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു മന്ദത വീണ്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ബുധനാഴ്ച വരുന്ന റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സും മാർക്കറ്റിനെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, സ്റ്റീലിനും അലുമിനിയത്തിനും ട്രംപ് പ്രഖ്യാപിച്ച 25% താരിഫ് മറ്റന്നാൾ ബുധനാഴ്ച നടപ്പിലാകും. ഇത് പെട്ടെന്നൊന്നും മാർക്കറ്റിനെ ബാധിക്കില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു വ്യാപക പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതും ഒരു അനിശ്ചിതത്വമാണ്. ഈ അനിശ്ചിതത്വം ഈ ആഴ്ച തുടർന്നാൽ വരും ദിവസങ്ങൾ മാർക്കറ്റിലേക്ക് ഒരു സൈഡ് വേ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, വരും ദിവസങ്ങളിൽ നമുക്ക് അത് കാണാം. നമ്മൾ ഇന്നലെ പറഞ്ഞ, അതായത് ഇന്നത്തേക്ക് പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായിട്ട് നോക്കൂ. നമ്മൾ ഇന്നലെ വളരെ ആ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് റെസിസ്റ്റൻസ് ലെവൽ വരച്ചത്. അവിടെ ടച്ച് ചെയ്തിട്ട് നേരെ താഴെ വന്ന് 22,510 എന്നുള്ള സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. നോക്കൂ, സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത്, പക്ഷേ കാര്യമായിട്ട് ആ ഒരു ഡൗൺ സൈഡിലേക്ക് അതിനുശേഷം കണ്ടിന്യൂ വന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നിഫ്റ്റി ഇന്ന് ആക്റ്റീവ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും. ഈ ഒരു ബിഗ് ക്യാൻഡിൽ വെച്ചതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇന്ന് ആക്റ്റീവ് അല്ല. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും നോക്കൂ, റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായിട്ട് തന്നെ റെസിസ്റ്റൻസ് ലെവൽ എടുത്തിട്ട് താഴത്തേക്ക് വന്ന് നോക്കൂ. വളരെ കൃത്യമാണ്. നമ്മുടെ കോഡുകളെല്ലാം തന്നെ സൂപ്പറാണ് എന്ന് പറയാം. ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. ഓക്കെ, ഏതായിരുന്നാലും നമുക്കിന്ന് 3 ഇൻഡെക്സുകളും നമ്മൾ ഡെയിലി വീഡിയോ കാണുന്നവർക്ക് ഇത് ബ്രേക്കൗട്ട് നടത്തുകയോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നാളേക്ക് ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇനിയൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 22,300 ഓക്കെ, 22,300 22,300 ഒത്തിരി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. നോക്കൂ, 122ഓളം പോയിൻ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിന് മുൻപ് എവിടെയെങ്കിലും സപ്പോർട്ട് വരച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് നോക്കിയിട്ട് അഥവാ ട്രേഡ് എടുക്കുന്നവർക്ക് അത് ലോസിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് 22,300 തന്നെയാണ് നമ്മുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം സപ്പോർട്ട്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇത് തന്നെയാണ് 22,700. ഓക്കെ, കുറച്ച് ലോങ് സൈഡാണ്. അതേപോലെ 1 അവറിൽ 22,720 സപ്പോർട്ട് മാത്രം നമുക്ക് 1 അവറിൽ മാറ്റേണ്ടി വരും. 22,220. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ടായിട്ട് ഈ ഒരു സ്വിങ്ങാണ്.
48,040. ഓക്കെ, 1 ഹവറിൽ 47,835. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. 48,380 15 മിനിറ്റ്സിൽ, 1 ഹവറിൽ 48,700. ഇങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ 73,360 തന്നെയാണ്. ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനു മുമ്പ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രയാസം സംഭവിക്കാനിടയുണ്ട്. നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ലെവൽ 74,750. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് 74,910 തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 73,340. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. കൃത്യമായി ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. നാളെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് താഴത്തേക്കോ മേലേക്കോ തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.